നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ടീം ഇന്ത്യ ഇന്നലെ തകർപ്പൻ ജയമാണ് ജയിച്ചത്. 101 റൺസിന് വിജയിക്കുമ്പോൾ എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്നുള്ളൊരു വിജയമായിരുന്നു അത്. വളരെ സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചിൽ ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഡിയൊക്കെ വന്ന് ബാറ്റിങ്ങിന് അനുകൂലമായ ഘട്ടത്തിൽ ബോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് മനോഹരമായിട്ട് പന്തെറിഞ്ഞുകൊണ്ട് നമ്മുടെ ബോളർമാർ കളി പിടിച്ചു. എല്ലാം കൊണ്ടും ശുഭകരമായിട്ടുള്ള ഒരു പ്രകടനം, വിജയം. എന്നാൽ ഇന്ത്യയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ടിനെ കുറിച്ചുള്ള ആശങ്ക പെരുകുകയല്ലേ. ശുഭ്മൻ ഗില്ല് ഇന്നലെ 2 പന്തുകളിൽ നിന്ന് ഒരു 4ൻ്റെ സഹായത്തോടെ 4 റൺസാണ് അടിച്ചത്. ഗില്ല് ഔട്ടാകുമ്പോൾ ആഘോഷിക്കാൻ കുറേ ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ഇന്നലെ കണ്ടു. എങ്ങനെയൊക്കെയാണെന്നറിയോ, വളരെ രസകരമാണ് അവരുടെയൊക്കെ റിയാക്ഷൻ. സെഞ്ചുറിക്ക് തൊട്ടരികിൽ 96 റൺസ് മാത്രം കുറവ്, 200 സ്ട്രൈക്ക് റേറ്റിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നുണ്ട്. അങ്ങനെ നിരവധി കമൻറ്റുകളൊക്കെ കാണുന്നു. ഒരാൾ പറഞ്ഞത്, റാഫി താൻ കമൻറ്റുകൾ നോക്കിയൊരു വീഡിയോ ചെയ്യണം. ഇത് ശുഭ്മൻ ഗില്ല് തിരികെ എത്തി എന്നുള്ള നമ്മുടെ വീഡിയോയുടെ താഴെയായിരുന്നു അത്. ശുഭവാർത്ത എന്ന് കൊടുത്താണ് പലരെയും പ്രകോപിപ്പിച്ചത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ മടങ്ങി എത്തുമ്പോൾ അത് ശുഭകരമല്ലേ? ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ മടങ്ങി എത്തുമ്പോൾ അത് അശുഭകരമാണെന്ന് പറയാൻ പറ്റുമോ? ടീമാണല്ലോ വലുത്, ഒരു പ്ലെയർ അല്ലല്ലോ. അതല്ലേ ശരി. ഇപ്പം എന്നോടൊരാൾ കമൻ്റ് ഇട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ആ വീഡിയോത്തെ താഴേക്ക് നോക്കി കാണും, താൻ നോർത്ത് ഇന്ത്യക്കാരനാണോ? ആഹാ, അങ്ങനെയുണ്ടാ? ഇപ്പോൾ കളിക്കുന്ന നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗ്രൗണ്ടിൽ ഓരോ ടീമുകൾ കളിക്കുന്നത്. ഇന്ത്യൻ ടീമിൻ്റെ വിജയത്തിനാണ് പ്രാധാന്യം. ബാക്കിയൊക്കെ സെക്കൻഡറിയാണ്. ആര് കളിക്കുന്നു എന്നുള്ളതല്ല, ടീം ജയിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. പക്ഷേ അപ്പോഴും നമ്മൾ പെർഫോമൻസൊക്കെ വിലയിരുത്തും. കളി നല്ലതാണോ മോശമാണോ എന്നൊക്കെ പറയും. ഇപ്പോൾ ഗില്ലിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സമീപകാല പ്രകടനങ്ങൾ, ഈ വർഷത്തിലെ T20I മത്സരങ്ങളിലെ അദ്ദേഹത്തിൻ്റെ 13 ഇന്നിങ്സുകളിലെ പ്രകടനങ്ങൾ നമ്മളൊന്നെടുത്ത് നോക്കിയാൽ ഒരൊറ്റ അർദ്ധ സെഞ്ചുറി പോലുമില്ല. അത് പരിതാപകരമായ കണക്കാണ്. നോക്കാം നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്കോറിങ്ങൾ. ഇപ്പോൾ ഇന്നലെ 4ആണ്. അതിന് മുമ്പത്തെ കളിയിൽ 16 പന്തിൽ 29 നോട്ട് ഔട്ട്. അതിന് മുമ്പത്തെ കളിയിൽ 39 പന്തുകളിൽ നിന്ന് 46. അതിന് മുമ്പ് 12 പന്തുകളിൽ നിന്ന് 15 റൺസ്. അതിന് മുമ്പത്തെ കളിയിൽ 10 പന്തുകളിൽ നിന്ന് 5 റൺസ്. അതിൻ്റെ മുമ്പത്തെ കളിയിൽ 20 പന്തുകളിൽ നിന്ന് 37 നോട്ട് ഔട്ട്. അതിന് മുമ്പത്തെ കളിയിൽ 10 പന്തുകൾ 12 റൺസ്. അതിന് മുമ്പ് 3 പന്തുകളിൽ 4 റൺസ്. അതിന് മുമ്പത്തെ കളി 19 പന്തുകൾ 29 റൺസ്. അതിന് മുമ്പത്തെ കളി 28 പന്തുകൾ 47 റൺസ്. അതിന് മുമ്പത്തെ കളി 8 പന്ത് 5 റൺസ്. അതിന് മുമ്പ് 7 പന്ത് 10 റൺസ്. അതിന് മുമ്പത്തെ കളി 9 പന്തിൽ നിന്ന് 20 നോട്ട് ഔട്ട്. ഇതാണ് ഈ വർഷത്തെ അദ്ദേഹത്തിൻ്റെ T20Iയിലെ കണക്ക്. 13 ഇന്നിങ്സുകളിൽ നിന്ന് 263 റൺസാണ് അദ്ദേഹം അടിച്ചിട്ടുള്ളത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. സ്ട്രൈക്ക് റേറ്റ് 143.71. അപ്പോൾ ഇത് ഇൻകൺസിസ്റ്റൻ്റ് ആണ്, അകത്ത് തർക്കമേയില്ല. വളരെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസാണ് ശുഭ്മൻ ഗില്ല് ടോപ്പ് ഓർഡറിൽ ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഗില്ല് വീണ്ടും T20I സ്ക്വാഡിലേക്ക് എത്തുന്നതിന് മുമ്പ് ഓപ്പണർ റോളിൽ സഞ്ജു സാംസൺ മിന്നിക്കത്തി കളിച്ചിരുന്നു. ആ സഞ്ജുവിനെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മോശമായതുകൊണ്ടല്ല റീപ്ലേസ് ചെയ്തത്. പിന്നെ ശുഭ്മൻ ഗില്ലിനെ അവിടെ കളിപ്പിക്കാൻ വേണ്ടിയാണ് റീപ്ലേസ് ചെയ്തത് എന്നുള്ളതാണ് പ്രശ്നം. അത് തന്നെയാണ് ഇതിൽ ശരിയല്ല, അൺഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടന്നു എന്നുള്ളൊരു ഫീലിംഗ് ആരാധകർക്ക് ഉണ്ടാവാനുള്ള കാരണം. അത് ശരിയാണ് താനും. ഇനിയിപ്പോൾ അതുകൊണ്ട് മാത്രം ഇന്ത്യൻ ടീം തോൽക്കണമെന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് നോക്കിയാൽ മതി. നമ്മൾ ആ ടോസ് ഇട്ടതിനെക്കുറിച്ചുള്ള വീഡിയോ ഇതിന് താഴെ, ഈ ടീം തോൽക്കണം, ഈ ടീം പൊട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് ശരിയാണോ? ഒരു കളിക്കാരനല്ലല്ലോ വലുത്, ടീമല്ലേ, ഇന്ത്യ എന്ന ടീമല്ലേ, ടീം ഇന്ത്യയല്ലേ വലുത്. അപ്പോൾ അതുകൊണ്ട് അത് മോശമാണ്. പക്ഷേ ഈ ചെയ്യുന്നത് അൺഫെയർ ആണ് എന്നുള്ളത് വളരെ ക്ലിയറാണ്. ഗില്ല് ഏതായാലും T20യിൽ കൺസിസ്റ്റൻസി പുലർത്തുന്നില്ല. അതാണല്ലോ സഞ്ജുവിനെതിരെ മുമ്പൊക്കെ ഉയർത്തിയിരുന്നൊരു കാര്യമാണ്, കൺസിസ്റ്റൻസി ഇല്ല. എന്താ ഇവിടെ കൺസിസ്റ്റൻസി ബാധകമല്ലേ എന്നുള്ളതൊരു കൃത്യമായ ചോദ്യമാണ്. പക്ഷേ ഇന്ത്യയുടെ ഭാവി ക്യാപ്റ്റൻ ഇപ്പോൾ ടെസ്റ്റിൽ ക്യാപ്റ്റനാണ്. ഇനി T20Iയിൽ കൂടി അദ്ദേഹത്തെ ക്യാപ്റ്റനാക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് ഏകദിനത്തിൽ അദ്ദേഹം ക്യാപ്റ്റനാണ്. T20Iയിൽ കൂടി അദ്ദേഹത്തെ ക്യാപ്റ്റനാക്കും ഭാവിയിൽ. എല്ലാ ഫോർമാറ്റിലും ഒറ്റ ക്യാപ്റ്റൻ എന്നുള്ളൊരു രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഇങ്ങനെ ഈ ഒരു ഫോർമാറ്റിന് അത്രയധികം ഫിറ്റല്ലാത്തൊരു കളിക്കാരനെ ഇങ്ങനെ പരുവപ്പെടുത്തി എടുക്കേണ്ട കാര്യമുണ്ടോ എന്നതൊരു ബിഗ് ക്വസ്റ്റ്യനാണ്.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.